ഹലോ ഹലോ ഹലോ, നമുക്കൊന്നൊരു അച്ചാറിട്ടാലോ? അത് നാരങ്ങയും ഡേറ്റ്സും കൂടി വെച്ചിട്ട്. എനിക്ക് അച്ചാറെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. അച്ചാറില്ലാണ്ട് ഞാൻ ചോറ് കഴിക്കില്ല. എന്നാൽ ഞാൻ അച്ചാർ ചോറിനൊപ്പം കഴിക്കുന്നത് ഒരു കറി മാതിരിയാണ് കേട്ടോ. ഒരു 1/2 kg നാരങ്ങ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ചധികം ഡേറ്റ്സും എടുക്കുന്നുണ്ട് കേട്ടോ. ഡേറ്റ് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീഡിനെ സെപ്പറേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഡേറ്റ് ഇത്തിരി ഹാർഡാണ്. അപ്പോൾ ഞാൻ കത്രികയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സീഡിനെ മാറ്റുന്നുണ്ട്. പിന്നെ നാരങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ കസിൻ്റെ വീട്ടിൽ, ഇത്തത്താടെ വീട്ടിലുണ്ടായതാണ്. അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കണം അച്ചാറിടണമെന്ന്. ഇപ്പം നാരങ്ങ കിട്ടിയപ്പോൾ ഇടാൻ വിചാരിച്ചു. ഇല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ഇക്കാണ് അച്ചാറിട്ട് തരാം കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ഡേറ്റ്സ് കട്ട് ചെയ്തെല്ലാം സീഡ് സെപ്പറേറ്റ് ചെയ്തിട്ട്, അതാണ് മെയിൻ ടാസ്ക്. ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ. ഈ കട്ടിങ് മാത്രമുള്ള ഒത്തിരി ഇത്, ബാക്കിയെല്ലാം അടിപൊളിയാണ്, സിമ്പിളാണ്. കാരണം ഇന്ന് കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്. തമ്മിൽ കണ്ട മാതിരി കുക്കറിലാണ്. സാധാ എല്ലാവരും ലെമണിനെ ഇങ്ങനെ പുഴുങ്ങുക, സ്റ്റീം ചെയ്തിട്ടൊക്കെ അല്ല ചെയ്യുക. അങ്ങനെയൊന്നുമില്ല, കുക്കറിൽ ഒരു 5-6 വിസിൽ വയ്ക്കുക. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ടോ. ഡേറ്റ്സിൻ്റെ സീഡ് സെപ്പറേറ്റ് ചെയ്യൽ. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സീഡ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടിക്കും കൊടുക്കണതല്ലേ, അതുകൊണ്ടാണ് സീഡിന് സെപ്പറേറ്റ് ചെയ്യുന്നത്. പൊതുവെ എല്ലാവരും സീഡ് സെപ്പറേറ്റ് ചെയ്യും, അത് വേറെ കാര്യം. ഇത്രയും സീഡ് കിട്ടിട്ടോ. അങ്ങനെ ഇനി ഇതിനെ സോഫ്റ്റ് ആവാൻ വേണ്ടി, ഡേറ്റ്സ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്കൊരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഡേറ്റ്സിൻ്റെ കാര്യം, സീഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് ലെമൺ കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിലെല്ലാം പിടിക്കും. അപ്പോൾ നമ്മുടെ ഇത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വിനീഗർ ഒഴിച്ചു നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മുകളിലത്തേൽ മാത്രം വിനീഗർ കിട്ടുള്ളൂ. ഒരു 1/2 hour മാറ്റി വയ്ക്കും. ഇനി നമുക്ക് നാരങ്ങേനെ മുറിക്കാം. നല്ല ഭംഗിയില്ല കാണാൻ. എനിക്ക് ലെമൺ കണ്ടിട്ട് കട്ട് ചെയ്യാനും തോന്നില്ല. കുറച്ച് പട്ടിഷോ വേണ്ടോ. ഇനി നമുക്ക് ലെമണിനെ കട്ട് ചെയ്യാം കേട്ടോ. ഒരു ലെമണിനെ ഒരു 8 പീസായിട്ട് കട്ട് ചെയ്യും. അതായത് നടുവേ മുറിക്കുക, പിന്നെ അതിന് 4 പീസസ് ആക്കുക. കട്ടിംഗ് ബോർഡിൽ കട്ട് ചെയ്യാനായിരിക്കും സിമ്പിൾ കേട്ടോ. കൈ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ 4 ആക്കുന്നുണ്ട്. വലുതാണെങ്കിൽ നമ്മൾ ഇഷ്ടമായി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കൈ വെച്ച് ഇങ്ങനെ ആക്കിയത്. ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാത്തിൻ്റെയും സീഡ് കളയാന്ന്, അപ്പോൾ ഒത്തിരി കയ്പ്പ് കുറവുണ്ടാവുമല്ലോ. പിന്നെ എന്താ, സീഡ് കളയാണെന്ന് ഒത്തിരി ചടങ്ങായതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടു. ഞാൻ കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ടാണോ ഇതുണ്ടാക്കുന്നത്, അല്ലാണ്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഇതേമാതിരി ചാടിപ്പോണ സീഡൊക്കെ ഞാൻ കളയുന്നുണ്ട്, അല്ലാണ്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുന്നതിനൊന്നും മാറ്റില്ല. അങ്ങനെ നമ്മളെല്ലാ ലെമണിനെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 kg ഇട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, എപ്പോഴും നല്ല പഴുത്ത് തന്നെ നോക്കിയെടുക്കാൻ ഇതാക്കുക. നല്ല പഴുത്തതാകുമ്പോൾ നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെല്ലാം ലെമണിനെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി കട്ട് ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു 5 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ.
5 ടേബിൾ സ്പൂൺ കൂടുമെന്ന് വിചാരിക്കണ്ട. പുളിയുള്ളത് കാരണം അത് ബാലൻസ് ആയിക്കോളും. എപ്പോൾ ഉപ്പിടുമ്പോഴും ടേബിൾ സ്പൂൺ മറ്റേ മെഷറി സ്പൂണിൽ തന്നെ മെഷർ ചെയ്തിട്ട് ഇടാൻ നോക്കാം കേട്ടോ. ഞാൻ 5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കണം. എന്നാലും എൻ്റെ ഉള്ളിലൊരു ചെറിയ പേടിയുണ്ട് കൂടുമെന്ന്. പക്ഷേ ഇല്ല, കറക്റ്റായിരിക്കും. നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതും ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ നല്ലത്. നല്ലോണം മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും. അതെന്നാൽ ഒത്തിരി വെള്ളമൊക്കെ ഇറങ്ങി വരും. ലെമണിൻ്റെ നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ. നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. കൈ വെച്ച് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. എൻ്റെ കൈ മുറിഞ്ഞിരിക്കണ കാരണം ഞാൻ പിന്നെ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഇതാക്കി. കാരണം 4.5 ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അത് ലാസ്റ്റ് ഇത്തിരി കുറവ് തോന്നിയപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടി ആഡ് ചെയ്തു. കറക്റ്റ് 5 ടേബിൾ സ്പൂൺ വേണം. ഇത് 1/2 കിലോ നാരങ്ങയാണെങ്കിൽ. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. പിന്നെ വെളുത്തുള്ളി അതിനൊന്ന് ക്ലീനാക്കി എടുക്കാം. ക്ലീനാക്കി വലിയ പൂണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുക്കർ എടുത്തു. കുക്കറിലേക്ക് നമുക്ക് ആദ്യം നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോയിൽ കൂടുതലുള്ള മാതിരി ഉണ്ട് കേട്ടോ. ഞാൻ മെഷർ ചെയ്തിട്ടല്ല എടുത്തത്, കുറച്ച് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഏകദേശം നമ്മുടെ കുക്കർ നിറഞ്ഞു കേട്ടോ. പിന്നെ വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടം. എനിക്ക് അച്ചാറിൽ വെളുത്തുള്ളി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പൂണ്ട് ഫുൾ എടുത്തു. പിന്നെ ഡേറ്റ്സ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുക്കർ ഫുള്ളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കർ മാറ്റാം. ശരിക്കും ഇതിൽ തന്നെ ആവാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ മാറ്റി. ശരിക്കും ലെമൺ താഴെ കിടക്കാൻ വേണം. ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരേ വേവിൽ വരും. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട മാതിരി ആണെങ്കിൽ ഡേറ്റ്സിൽ കുറച്ച് വേവ് മതിയല്ലോ. നാരങ്ങയൊക്കെ നല്ല വേവ് വേണം. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മറ്റേ ഇഞ്ചിപ്പുളിയുടെ മാതിരി എല്ലാം കൂടി ബ്ലെൻഡായി കിട്ടും. അങ്ങനെ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടോ. പിന്നെ കാശ്മീരി അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറച്ചിട്ടു. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് മതി. നല്ലോണം മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 3 ക്യൂബ് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എണ്ണ ഒന്ന് പൊടിച്ചിട്ടിട്ടാൽ നല്ലത്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന കല്ല് വെച്ചിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കേട്ടോ. ഒരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് അടുപ്പിൽ വയ്ക്കാം. എന്നിട്ടൊരു 5-6 വിസിൽ വരട്ടെ. 5 വിസിൽ മാക്സിമം കേട്ടോ. 5 വിസിൽ വന്നു. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടോ. നല്ല ലേറ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. രാത്രി ഒരു 11 മണിയോളം ആയിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോൾ നല്ല മണം. നല്ല മിക്സ് ചെയ്തപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലുള്ള മാതിരി എനിക്ക് തോന്നി. പക്ഷെ ഞാൻ കുറച്ച് നേരം കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിനെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാം. അതിന് വേണ്ടി വെളുത്തുള്ളി, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പിന്നെ പച്ചമുളക്. ഞാനിപ്പോൾ കാന്താരി മുളക് ഉള്ളത് കാരണം കാന്താരി മുളക് എടുത്തു. പിന്നെ വേപ്പിലേനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലെണ്ണ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, കടുകെണ്ണ എടുക്കാം. ഈ നല്ലെണ്ണയും കടുകെണ്ണയും ഡിഫറെൻ്റ് ആണോ എന്തോ അറിയില്ല കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ടു, കുറച്ച് കടുകിട്ടു, പിന്നെ കുറച്ച് ഉലുവ ഇട്ടു. ചിലവർ ഇതിൻ്റെയൊക്കെ പൊടിയിടും. അതുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഓക്കെ, ഇതിട്ടാൽ മതി. പിന്നെ ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. 2 മിനിറ്റ് കേട്ടോ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി, പൂണ്ട് 2 ഉണ്ട് കേട്ടോ. പൂണ്ടായതുകൊണ്ട് ഞാൻ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. ചെറുതിന് അങ്ങനെ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടു. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുളക്, കാന്താരി മുളക്, ഇത് വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ടു.
നല്ലോണം ഒന്ന് ഫ്രൈ ആക്കാം. പിന്നെ വേപ്പില ഇട്ട് കൊടുത്തിട്ടോ. വേപ്പില കട്ട് ചെയ്ത് വെച്ചേക്കാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട്. കാരണം മറ്റേ ഇത്തിരി എരിവ് കുറവുമാതിരി എനിക്ക് തോന്നി. ഇപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ആക്കും. ഇപ്പം എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കായപ്പൊടി ഇട്ടിട്ടോ, മുളക് പൊടി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും വരിക. അത് വായിൽ വെള്ളം വരിക. നല്ലോണം മിക്സ് ആക്കുക. ഇപ്പം നോക്ക്, ആ വെള്ളമൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഒരു 5 ദിവസം വെച്ചതിന് പുറത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. അപ്പോഴേക്കും ഈ കയ്പ്പ്, ഒരു ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട്. അതൊരു 5 ഡേയ്സ് കഴിയുമ്പോഴേക്കും അതൊക്കെ സെറ്റായിക്കോളും. പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ചാൽ നമ്മുടെ കലവരകൾക്ക് തീർന്നു. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഇനി കുറച്ച് വീഡിയോസ്. പിന്നെ ഞാൻ ജാറിൽ ചൂടോട് അരച്ചുകൊണ്ട് വാട്ടർ വേപ്സ് ഒക്കെ വന്നതാ. ചൂടോട് അരയ്ക്കരുത്. ഡേറ്റ്സും നാരങ്ങയും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ. നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.